സോ ഹായ് ഓൾ. അപ്പം ഇന്നൊരു അടിപൊളി ഈവനിങ് ഡിന്നർ പ്രിപ്പറേഷനിലോട്ടാണ് നിങ്ങളെല്ലാം ഞാൻ കാണിക്കുന്നത്. അപ്പം ഒരു കല്ല് നമ്മുടെ ദോശ, നമ്മുടെ വീട്ടിൽ തന്നെ അരിയൊക്കെ അരച്ചുണ്ടാക്കുന്ന സൂപ്പർ ദോശ റെഡിയാവുന്നുണ്ട്. മറ്റേ കല്ലിൽ ആക്ച്വലി എൻ്റെ ഒരു പരീക്ഷണ ഡിഷാണ് പനീർ കറി പോലെ വെക്കാമെന്ന് ഉദ്ദേശിച്ച് നോക്കിയതാണ്. ജസ്റ്റ് പനീർ ബട്ടർ മസാല, ഒത്തിരി ബട്ടറൊക്കെ വേണമല്ലോ. അപ്പോൾ ജസ്റ്റ് വെജീസ് സോട്ട് ചെയ്തിട്ട് അതിലോട്ട് പനീർ ഇട്ടിട്ട് ബാക്കി നമ്മുടെ യൂഷ്വൽ മസാലാസൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു ഡിഷായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ ദോശ ആയി വരുന്നുണ്ട്, കുറച്ചുകൂടി ആവാനുണ്ട്, മൊരിയാനുണ്ട്. അപ്പോൾ നമുക്കതിന് കണ്ടോ, ആ സൈഡിൽ കുറച്ച് ആവാനുണ്ട്. അപ്പോൾ നമുക്കതിന് മറിച്ചിടാം. വാവ്, സൂപ്പറായിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡൂടെ നല്ല മൊരിയണം. നമ്മുടെ കറി അടിപൊളിയായിട്ട് നല്ല പാകമായി വരുന്നുണ്ട്. ഇക്കല്ലി ദോശ, അകല്ലി പനീർ കറി, ഇക്കല്ലി ദോശ, അകല്ലി പനീർ കറി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. മാത്രമല്ല ഭയങ്കര ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ്. പനീർ ഇസ് എ ഹൈ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ദോശ ഓൾസോ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ബാലൻസ്ഡ് ആയിട്ട് വരുന്നൊരു ഡിഷാണ്. അപ്പം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അതായത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ. അപ്പോൾ പനീർ ജസ്റ്റ് ഇങ്ങനെ സോട്ട് ചെയ്തതുകൊണ്ട് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് വെജീസിൻ്റെ കൂട്ട് സോട്ട് ചെയ്ത് നമ്മുടെ മസാലാസൊക്കെ ഇട്ട് ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. സോ അതും ഹെൽത്തിയാണ്. നല്ലൊരു, നിങ്ങൾക്കറിയാം പനീർ നമ്മൾ പാലിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ് മിൽക്കി മിസ്റ്റിൻ്റെ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഡിഷല്ലേ പനീർ. ഇടയ്ക്കൊക്കെ പനീർ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. നിങ്ങളെല്ലാവരും ഡയറ്റിൽ പനീർ ഉൾപ്പെടുത്തണം. എപ്പോഴും പനീർ ബട്ടർ മസാല ആയിട്ട് ഉണ്ടാക്കിയാൽ അതിൽ കാഷ്യൂം ബട്ടറൊക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര ഫാറ്റ് റിച്ച് ആയിപ്പോവും. ഇടയ്ക്ക് നമുക്ക് ജസ്റ്റ് പനീർ സാലാഡിൽ ജസ്റ്റ് വേവിച്ചിട്ട് ചേർക്കാം. നല്ലൊരു കോമ്പിനേഷനായിരുന്നു നമ്മുടെ ദോശ പനീർ കറി. കുറച്ച് ഉപ്പുമാവും ഫിഷ് കറിയും ഉച്ചയ്ക്കത്തെ ഉണ്ടായിരുന്നതാണ്. ഇത് കുഞ്ഞ് ഫിഷാണ്, നമ്മുടെ നെത്തോലി. അപ്പം അത് നല്ല നമ്മളതിൻ്റെ ബോണൊക്കെ കഴിക്കുന്നതുകൊണ്ട് കാൽഷ്യവും റിച്ചാണ് നെത്തോലി. കുഞ്ഞു മീനൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഭയങ്കര അടിപൊളിയായിരിക്കും. മൊത്തത്തിൽ നല്ലൊരു ഡയറ്റായിരുന്നു. ബൈ.